ഫസ്റ്റത്തെ എന്താ ചെയ്യാനേ സമ്മതിക്കൂല, രണ്ടാമത്തെ എന്താ പിന്നെ ചെയ്യാന്ന് പറയും. അപ്പോൾ ചെയ്യാൻ ഉറപ്പിച്ചാൽ പിന്നെ ഷെയ്ത്താൻ്റെ അടുത്ത പണി എന്താ, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറയും. മുസ്ഹഫ് ഓതാണ്. മുസ്ഹഫ് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഓതുമ്പോൾ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇങ്ങനെ ഓതുമ്പോൾ എപ്പോൾ തീരാനാത് ഇങ്ങനെ ഓതാ, എൻ്റെ ഖത്തമി റമദാനിക്ക് തീരുന്ന എനിക്ക് തോന്നുന്നുണ്ടോ, വേഗം ഓതാൻ നോക്ക്. ഇങ്ങനെയൊക്കെ ആരോ ഓതുന്നു ഇന്നത്തെ കാലത്ത്. അങ്ങോട്ട് സൈഡൊക്കെ നോക്കാം, അയാളൊക്കെ ഇരുന്ന് വെറുതെ ഇങ്ങനെ ആടുന്നുള്ളൂ, അയാൾ നോദന തന്നെ ഉണ്ടാവില്ല. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്ത് സ്പീഡിൽ ഓതുക. അപ്പം നമ്മൾ ശരിയാ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ പെട്ടെന്ന് ആക്കുക. പിന്നെ ചില ആൾക്കാരുണ്ട് റമദാൻ മത്സരിക്കുക, ഖത്തമിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ഇങ്ങനെ മത്സരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ നിന്നാൽ അതിനെ പെട്ടെന്നാക്കാനുള്ള പരിപാടി. നമ്മുടെ തറാവിയൊക്കെ ഒരു ഉദാഹരണമാണ്. തറാവിഹ നമ്മൾ ഒരു മീഡിയം സ്പീഡ് പോയാൽ പിന്നെ വന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് പിടിക്കാമായിരുന്നു അല്ലേ. നമ്മളെ മറ്റേ അവിടെ വളർത്തപ്പള്ളിയാണ് പുസ്തകം, അവിടെ 9:10 തീരുന്നുണ്ടെന്നാണ് കേട്ടെ. അവിടെ 9:10 തീരുന്നുണ്ടെന്ന് കേട്ടെ. അല്ലെങ്കിൽ അപ്പുറത്ത് വന്നിട്ട് പിന്നെ അതൊന്നും ചുരുക്കിയാലേ ഒന്നുകൂടി പെട്ടെന്നാവൂലേ. നമ്മൾ പെട്ടെന്നാണ് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് നടക്കണം എന്ന് ചിന്തിക്ക് വരും. നമ്മൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഫാസ്റ്റായി പോകേണ്ടി വരും. നമ്മൾ നുക്സാനോട് കൂടിയിട്ട്, ന്യൂനതയോട് കൂടിയിട്ട് ഒരു അമലിനെ കൂടുതൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് പൂർത്തീകരിച്ചുകൊണ്ട് കുറച്ച് ചെയ്യലാണ്. ഒരു അമല് കുറേ പോരായ്മകൾ ഉണ്ടായിട്ട് കുറേ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ചെയ്തു വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇതച്ചാൽ മതി. റമദാനക്ക് ഒരു ഖത്തം മുറി തീർത്താൽ മതി. എങ്ങനെ? നമ്മൾ കൃത്യമായിട്ട് ഒരു ഖത്തം മുറി തീർത്താൽ മതി. ഇത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഓതും. അതിൽ തന്നെ കുറേ പേജ് പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ 2 പേജ് മറിക്കുമ്പോൾ അതിൽ 2 പേജ് കൂട്ടിപ്പെട്ടാൽ കുഴപ്പമില്ല, അടുത്ത പേജ് ഓതാ, അറിയാതെ അല്ലേ, അള്ള കൂലി വന്നോളൂ. ഈ 2 പേജായി പെട്ടാൽ കൂലി വന്നോളൂ എന്ന് എഴുതിയിട്ട്. അപ്പോൾ അത് എന്ത് ചെയ്യരുത്, ഫാസ്റ്റ് ആക്കരുത്. എല്ലാം അങ്ങനെ ഫാസ്റ്റ് ആക്കരുത്. അത് ബൈക്കുമ്പോൾ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ബൈക്കുമൊക്കെ ചില ആൾക്കാർ പോകേണ്ടത് അസ്രായേൽ എന്ന് പറയേണ്ടി വരും. അങ്ങനെ പോവും. അപ്പം നമ്മൾ ബൈക്ക് ഓടിക്കുകയാണെങ്കിലും കാർ ഓടിക്കുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും സ്പീഡിൽ ഇങ്ങനെ പോകും. അതൊക്കെ ശൈത്താൻ്റെ കേടാ. അങ്ങനെ എന്ത് ചെയ്യരുത്, വലിയ സ്പീഡൊന്നും കാണിച്ച് അങ്ങനെ പോകരുത്. അപ്പം നമ്മളവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു കാര്യം കുറവുകളോടെ ഒരുപാട് വട്ടം ചെയ്യുക എന്നതിനേക്കാൾ നല്ലത് ഒരു കാര്യം കുറവില്ലാതെ ഒരു വട്ടം ചെയ്യുക എന്നതാണ്. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് ആ വൃത്തിയിൽ മാത്രം ഓതുക. നിസ്കരിക്കുന്ന സമയത്ത് ആ ഒരു വൃത്തിയിൽ മാത്രം നിസ്കരിക്കുക. 4-മത്തെ കാര്യം പിന്നെന്ത് ചെയ്യും, ഫസ്റ്റ് ചെയ്യണ്ടെന്ന് പറയും. 2-മത്തെ കാര്യം പിന്നെ ചെയ്യാന്ന് പറയും. 3-മത്തെ കാര്യം പെട്ടെന്ന് ചെയ്യാന്ന് പറയും. ഇതിലൊന്നും വീണില്ലെങ്കിൽ 4-മത്തെ കാര്യം എന്താ വെച്ചിട്ടാ, സുമ്മയ ഉമുറുഹാ ബി ഇത്മാമിഹി ലിറിയാഇൻ, റിയാവോടുകൂടെ ആ കാര്യം എന്ത് ചെയ്യാൻ പറയും, ചെയ്യാൻ വേണ്ടി ഓൻ കൽപ്പിക്കും. ഈ ഖുർആൻ ഓതുന്നത് നോക്ക്, എൻ്റെ അപ്പുറത്ത് നിന്നൊരാൾ നോക്കുന്നുണ്ട്, അപ്പോൾ ഒന്നൊരു ഉഷാറിൽ ഓദിക്കോ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് വേറൊരാൾ കാണണം, കേൾക്കണം എന്ന രൂപത്തിൽ നമ്മളതിനെങ്ങനെ കൊണ്ടുവരിക. ഇതാണ് റിയാ. വേറൊരാൾ കാണണം, അയാൾ എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്ന് കരുതി ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഒന്നുമില്ല. ചില സ്ഥലത്ത് എല്ലാ വ്യക്തിനും വന്നാലും സ്ഥാനം കണ്ടിങ്ങനെ റൂമിൽ ഡോറൊക്കെ തട്ടിയിട്ട് സ്ഥാറാത്തല്ല, ഇതെന്താ ഞാൻ വിളിക്കണ്ടല്ലോ എന്നറിയിക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ, അതായത് റിയാ കാണിച്ചു കൊടുക്കുക. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വേറൊരാൾ കാണട്ടെ, അല്ലെങ്കിൽ അത് വേറൊരാൾ അറിഞ്ഞാൽ സന്തോഷമാണല്ലോ, ഞാൻ എന്ന ചിന്ത അത് പലപ്പോഴും ഉണ്ടാവും. ഞാൻ പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ചെയ്തതാണ് അത്, ഞാൻ പള്ളിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചെയ്തതാണ് അത്. ഇന്നത്തെ ഒന്നല്ല, ഞങ്ങൾ അങ്ങനെ ആയിരുന്നപ്പോൾ, ഞാൻ ഇങ്ങനെ ആയിരുന്നപ്പോൾ ചെയ്തതാണ്. അതൊക്കെ റിയാ അല്ലേ? എന്തിനിപ്പോൾ അത് പറയേണ്ട ആവശ്യം? പള്ളിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പള്ളി മേലക്കുണ്ടാക്കിയാണ്, പള്ളി മേലക്കുണ്ട്, അള്ളാഹിൻ്റെ അടുക്കൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് കിട്ടും. പിന്നെ നമ്മൾ എന്തുണ്ടെങ്കിലും പുട്ടക്ക് തേങ്ങണ പോലെ അടിക്കടി എന്നിട്ട് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത്, ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ആവശ്യം എന്താ? ഞങ്ങളുടെ അടുത്ത് ആരപ്പോൾ മാറാൻ അവിടെ ഇരുന്നാൽ പോരാന്നില്ലേ? അപ്പം ഞാൻ എന്ന ചിന്ത ചില ആൾക്കാർക്ക് ഉണ്ടാവും. എന്തെങ്കിലും വിഷയം അത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ. ഈ ഞാൻ എന്ന ചിന്ത തന്നെ ശൈത്താനിൽ നിന്ന് വന്നതാണ്. ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനല്ലേ, ആദം മണ്ണുകൊണ്ട് അവിടെ ഞാൻ എന്ന ചിന്ത തന്നെ ശൈത്താൻ്റെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ എന്ന വിഷയം. ചില ആൾക്കാരുണ്ടാവും നിസ്കരിക്കണ സമയത്ത്
വേറൊരാളുടെ നിസ്കാരത്തിൽ തെറ്റ് കണ്ടാൽ അതങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യണത് നോക്കൂ, അപ്പോൾ ഇവൻ ഭയങ്കര വിവരമുള്ള ആളാണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിച്ചു കൊടുക്കുക. എന്ന ആവശ്യമില്ല. ഞാൻ എന്ന ചിന്തയ്ക്ക് ഒഴിവാക്കുക. റിയാഇൻ്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹ്ക്ക് അറിയാലോ ഇപ്പം ഞാൻ ആരാന്നുള്ള കാര്യം. റിയാ എന്ന് പറയുന്നത് നമ്മുടെ അമലിനെ ഫസാദാക്കും, ശിക്ഷ കൊണ്ടുവരും, സവാബിനെ ഇല്ലാതാക്കും. റിയാ ഉണ്ടെങ്കിൽ, റിയാവോടുകൂടി ഒരാൾ ഇങ്ങനെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, അള്ളാഹിൻ്റെ അടുക്കൽ ശിക്ഷ കിട്ടുക. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പം ഞാൻ എന്നുള്ള ചിന്തയ്ക്ക് ഒഴിവാക്കിയിട്ട് അള്ളാഹ് കാണുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയിൽ ജീവിക്കുക. അഞ്ചാമത്തെ കാര്യം, ആരെങ്കിലും ഒരാൾ മദ്ഹ് പറയുമ്പോഴേക്ക് അങ്ങോട്ട് സുഖിക്കുക. എടോ എൻ്റെ ഓത്ത് അതിങ്ങനെ കേട്ടാണ്ടല്ലോ അപ്പം നമ്മൾ വല്ലദീന ഒന്നുകൂടി ഉഷാറിൽ നമ്മൾ ഇങ്ങനെ ഓതി കൊടുക്കുക. എൻ്റെ നിസ്കാരം മാഷാ അല്ലാ, അല്ലെങ്കിൽ ഇജ് അങ്ങനെ ആ ചെയ്ത സംഭവം, അല്ലെങ്കിൽ ഈ ആ സെക്രട്ടറി ആയപ്പോൾ സംഭവം, അതൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ലടാ, അത് വിഷയമല്ല, ഞാൻ അങ്ങനെ അത് പറയൊന്നും വേണ്ട. അപ്പം ഇതിങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തട്ടി ഇങ്ങനെ മേലേക്ക് എത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അൽ മിന്നത്തുലില്ലാഹി തആല, നമുക്ക് അംഗീകാരം കിട്ടേണ്ട ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്നാണ്. നമ്മൾ കാര്യം ചെയ്താൽ അതിനെല്ലാം നിലക്കും പ്രതിഫലം തരേണ്ടതൊക്കെ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. ആറാമത്തെ വിഷയം എന്താ അറിയോ? ഏത് പ്രതിസന്ധിയിലും അമല് ചെയ്യുമെന്നൊരു തോന്നലുണ്ടാവുക. ഏത് പ്രതിസന്ധിയിലും അമല് ചെയ്യുമെന്നൊരു തോന്നൽ. ഉദാഹരണം പറഞ്ഞുതരണോ? ഞാൻ പറഞ്ഞുതരാം. ഉസ്താദ് ഫുഡില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, എൻ്റെ പെണ്ണുങ്ങൾ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും ഉസ്താദ് ഉണ്ടാക്കി തരും. ഈ ഉസ്താദിലുള്ള സ്നേഹം കൊണ്ടുവന്നില്ല, എൻ്റെ പെണ്ണുങ്ങളെ പൊക്കി പറഞ്ഞതാണ്. അതായത് എന്ത് പ്രതിസന്ധി വന്നാലും ഞാനത് ചെയ്യുമെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുക. എടാ പള്ളിയിലത്തെ ഇതിങ്ങനെ ഒരു വിഷയമുണ്ട്, ഇപ്പം എന്താ നമ്മൾ അതിനെന്ത് വിഷയം, നമുക്ക് ചെയ്യാലോ, അതൊക്കെ ഉണ്ടാവും, പ്രശ്നമൊക്കെ ഉണ്ടാവും, നമ്മളൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചെയ്യാലോ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്യുമെന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുക.